എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്തേന് അപ്ലോഡ് ചെയ്തിട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ശ്രുതിനെ അന്വേഷിച്ച് അലഞ്ഞ് തിരിഞ്ഞൊടുവിൽ ശ്രുതി സച്ചിൻ രേവതി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി അവിടെ ഉണ്ടായിരുന്നു. ശ്രുതിക്ക് വേറൊരു ഗത്യന്തരം ഇല്ലായിരുന്നു വീട്ടിലേക്ക് വരാതെ. അങ്ങനെ വിമല ശ്രുതിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ശ്രുതിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശ്രുതിക്കൊരു ശ്വാസം നേരെ വീണത്. പക്ഷെ ശ്രുതിക്ക് ഭയങ്കര വിഷമായിരുന്നു. ശ്രുതി തന്നെ ചതിച്ചല്ലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ചന്ദ്രമതി പറഞ്ഞു, നീ അവളെ പോയൊന്ന് സോപ്പിട്, ഒന്ന് സംസാരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പതുക്കെ ശ്രുതിനെ മുറിയിലേക്ക് ഏറ്റുവിടുക. ശ്രുതി അങ്ങനെ മുറിയിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞ കാലിലേക്ക് അങ്ങോട്ട് വീഴുവാണ്. ശ്രുതി പറഞ്ഞു, എന്താ ശ്രുതി കാണിക്കണേന്ന് ചോദിക്കാം. പിന്നെ എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ ജോലി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമായി പോയി. ഒരു പക്ഷേ നീ എന്നെ ഉപേക്ഷിക്കുമെന്ന് പേടിച്ചിട്ടാ ഞാൻ ജോലി ഉണ്ടെന്നൊക്കെ കള്ളത്തരം പറഞ്ഞെന്ന് പറയാം. എന്തിനാ ശ്രുതി അങ്ങനെ പറഞ്ഞേ? ജോലി ഇല്ലെങ്കിൽ എന്താ കുഴപ്പമിരിക്കണേ? ഞാൻ നിന്നെ ചീത്ത പറയോ, ഇറക്കി വിടുവോ? നീ എന്റെ ഭർത്താവല്ലാതാവുന്നൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടി എന്നോടൊരു കള്ളത്തരം പറഞ്ഞേ? ഒന്നും രണ്ടും അല്ല, 3-4 മാസത്തോളം ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു നിൽക്കാൻ പറ്റുമോ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? എന്നോടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഇത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി. സ്വന്തം അമ്മയോട് പോലും പറഞ്ഞു. പക്ഷെ ഭാര്യയോട് പറയായിരുന്ന കുറച്ച് മോശമായി പോയെന്ന് പറയാ. അത് പിന്നെ ഞാൻ നിന്നെ ശരിക്കും പേടിച്ചിട്ടാന്ന് പറയാ. പേടിക്കാനോ? എന്നെ എന്തിനാ പേടിക്കണേ? ഞാനൊന്നും അല്ലെങ്കിലും ഭാര്യയല്ലേ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ. അപ്പൊ എന്ത് കാര്യം ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയണ്ടേ? മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിൽ ശ്രുതി അതിനേക്കാളും വലിയ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രുതിക്ക് ഒരു പിടിച്ചു നിൽപ്പ് വേണം. അതിനു വേണ്ടിയിട്ടാണ് ശ്രുതി ഈ കാര്യങ്ങളൊക്കെ പറയണേ. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറയുള്ളൂ. പക്ഷെങ്കിൽ ഞാൻ പറയണമെന്ന് പലതവണ വിചാരിച്ച പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ എന്നെ വിലക്കിയത് വേണ്ട പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ഈ സമയം ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നേ. ചന്ദ്രമതി കേട്ടി പറയുന്നത്, ഓഹോ എടാ ദുഷ്ടാ, എന്റെ തലയിലേക്ക് നീ കുറ്റം കെട്ടി വെക്കുവല്ലേ. ഇപ്പൊ എല്ലാ കുറ്റവും എന്റെ തലയിലേക്ക്. പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് ഡോറും പൊളിച്ചങ്ങോട്ട് കയറി ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, മോളെ ശ്രുതി, അത് പിന്നെ ഇവന് ജോലിയില്ലെന്നുള്ള കാര്യം ഞാൻ ഇവനോട് പറയണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയാവോ? ഇനി മോൾക്ക് വിഷമമായാലോ. കല്യാണത്തിന് മുമ്പ് തന്നെ ഇവന്റെ ജോലി പോയതാ. പക്ഷെ മോൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾക്ക് വിഷമാവൂലോ എന്ന് കരുതിയിട്ട് മാത്രം ഞാൻ എന്നെക്കുറിച്ചൊന്നും പറയാതിരുന്നേ. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, എന്നാലും ആന്റിയോടും എനിക്ക് ദേഷ്യമുണ്ട്. ആന്റിക്കെങ്കിലും എന്നോട് പറയായിരുന്നു. ശ്രുതി ആന്റിയോട് പറഞ്ഞല്ലായിരുന്നു ചോദിക്കും. അത് പിന്നെ മോളുടെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് കരുതിയ. ഇന്നല്ലെങ്കിൽ നാളെ ഇവനൊരു ജോലി കിട്ടുമെന്ന് വിചാരിച്ചു. ഇവൻ എന്ന് ഇന്റർവ്യൂവിനൊന്നും പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വിചാരം എന്താ, ഇവന്റെ പുതിയൊരു ജോലി കിട്ടും. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ ശേഷം മോളോട് പറയുകയാണെങ്കിൽ മോളുടെ മനസ്സ് വേദനിക്കില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. സാരമില്ല, പോട്ടെ മോളെ, ഭർത്താവല്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നിരിക്കും. അതൊക്കെ പൊറുക്കണം നമ്മൾ ഭാര്യമാരല്ലേന്ന് ചോദിക്കാം. എന്നാലും ആന്റി സാരമില്ല. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ആന്റിക്ക് അറിയാലോ ഞാൻ ഇങ്ങോട്ട് തിരികെ വന്നതിന്റെ എന്തുകൊണ്ടാന്ന്. എനിക്ക് പോവാൻ വേറെ ഇടമില്ലാത്തതുകൊണ്ടാ. ഞാൻ വേറെ എങ്ങോട്ട് പോകാനാ? എന്റെ കുടുംബം എന്ന് പറഞ്ഞ ഇതാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി, അയ്യോ അങ്ങനൊന്നും പറയില്ല മോളെ. മോൾക്ക് കാര്യമില്ലെന്നോ? മോൾക്ക് മലേഷ്യയിലുള്ള മോളുടെ ഡാഡി ഇല്ലേന്ന് ചോദിക്കുവാണ്. അത് പിന്നെ അവിടെയല്ലേ അമ്മേ, പക്ഷെ ഇവിടെ അല്ലല്ലോ എന്ന് പറയണം. ഓ അങ്ങനെ. അതിനകത്തൊന്നും മനസ്താപമൊന്നും വിചാരിക്കണ്ട കേട്ടോ. എന്ത് വന്നാലും ഈ ചന്ദ്രമതി മോളോടൊപ്പം കാണുവേ. മോള് വേറൊന്നും ചെയ്യാതിരുന്ന മതി. എന്തെങ്കിലും ഒരു പോകുമ്പോഴും നമുക്ക് കണ്ടെത്താന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനും ശ്രുതി പറഞ്ഞു, ഒരു വേള ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാവോ, വല്ല ആത്മഹത്യയും ചെയ്താലോ എന്ന്. കാരണം എനിക്ക് ജീവിക്കാൻ പോലും തോന്നിയില്ലെന്ന് പറയണം. എന്റെ മോളെ, നീ എന്തൊക്കെയാ വിളിച്ചു പറയണേ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. എന്തിനാ മോളെ അങ്ങനെയൊക്കെ ചിന്തിക്കണേ? എന്ത് വന്നാലും ഇവനും ഞാനും ഒക്കെ മോളോടൊപ്പം ഉണ്ടാവും. ആന്റിക്കറിയാലോ ഞാൻ എത്രമാത്രം നാണം കിട്ടുന്ന രേവതിയുടെ സച്ചിയുടെ എല്ലാവരുടെയും മുന്നിൽ അവരെന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? എന്റെ മോളെ, അവനൊരു കഥയില്ലാത്തവനാ. അവൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കും. മോളൊന്നും കാര്യമാക്കണ്ട. ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ അങ്ങോട്ട് വിട്ട് കളഞ്ഞാരെ. അല്ലല്ലോ അവനെ ആരും ഇവിടെ പരിഗണിക്കുന്നു? അവന്റെ വാക്കിന് ഇവിടെ ആരും വില കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത്രയ്ക്കൊക്കെ ഉള്ളൂ. അത് വെച്ച് മോള് ഒന്നും ഇങ്ങനത്തെ ചിന്തകളൊന്നും മോളുടെ മനസ്സിൽ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അവസാനം ശ്രുതി പറഞ്ഞു ശരിയെന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രമതി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം. ജോലി ഇല്ലാന്ന് പറഞ്ഞാൽ പിടിച്ച് വിഴുങ്ങാനൊന്നും പോകുന്നില്ല. നമ്മൾ പരസ്പരം ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കണം. ശരിയെന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഇന്റർവ്യൂവിന് പോകാനായിട്ട് റെഡിയാവുകയാണ്. ഇന്റർവ്യൂവിന് പോകാൻ റെഡി ആയിട്ട് വന്നപ്പോഴത്തേനും ശ്രുതി അങ്ങോട്ടേക്കുന്നു. ശ്രുതി ഞാൻ ഇറങ്ങോട്ടോ എന്ന് പറയണം.
ശ്രുതി ആകെപ്പാടെ അടിമുടി ഇങ്ങനെ നോക്കി. ഏ, ഈ വേഷമോ? ഈ പാന്റിന് ചേരുന്ന ഷർട്ടല്ലോ ഇട്ടേക്കിനെ. അതൊന്നും കുഴപ്പമില്ല, 10 മണിക്ക് ഇന്റർവ്യൂ, സമയമാവാറായെന്ന് പറയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പാന്റിന് ചേരുന്ന ഷർട്ട് ഞാൻ എടുത്തരാം. വേണ്ട ശ്രുതി, സമയം പോയി. അതൊന്നും കുഴപ്പമില്ല, അവിടെ നിൽക്കുമെന്ന് പറയണം. അങ്ങനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഷർട്ട് എടുത്ത് കൊടുക്കുക. ഇത് ഇട്ടുകൊണ്ട് പോയാൽ മതി എന്ന് പറയണം. അങ്ങനെ ശ്രുതി ആ ഷർട്ട് എടുത്തിട്ടു. ഇപ്പൊ എന്തൊരു ഐശ്വര്യമാണെന്ന് ചോദിക്കേ. ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്റെ ലുക്കിലൊക്കെ പോകണ്ടേന്ന് ചോദിക്കാം. പിന്നീട് പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ ശ്രുതി, കാരണം ഞാൻ ഇത്തിരി ദേഷ്യപ്പെട്ട് പറഞ്ഞു പോയി. എനിക്കാണെങ്കിൽ ശ്രുതി ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നത് കാണാനേ ഇഷ്ടം. അതുകൊണ്ട് പറഞ്ഞല്ലേ, ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ ഗെറ്റപ്പിൽ ലുക്കിലൊക്കെ പോകണ്ടേന്ന് നിൽക്കാം. ഇന്നത്തെ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത അറിയാലോ, നല്ലൊരു കമ്പനിയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഇന്റർവ്യൂവിൽ പാസ്സാവാനായിട്ട് ശ്രമിക്കണമെന്ന് പറയാം. ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാന്ന് പറയാം. ഇത്രയും കാലം എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ കുറെ ഡിഗ്രി ഒക്കെ ഉള്ളവനാണ്. പക്ഷെ ഡിഗ്രിയും കൊണ്ട് പ്രയോജനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ കുറെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിന് മൂല്യമുണ്ട്. പക്ഷേങ്കിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് വില ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പഠിച്ചെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അത് ശരിയാ. അങ്ങനെയൊക്കെ ഒരു മനസ്സിലെ ധാരണയുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഇനിയും ശ്രുതിക്ക് ഉന്നതിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. ചവിട്ടി അരച്ചവരുടെ മുന്നിലൊക്കെ നമ്മൾ നിന്ന് തല ഉയർത്തിപ്പിടിച്ച് നിന്ന് കാണിക്കണം എന്നൊക്കെ പറയാം. അങ്ങനെ ശ്രുതി മുറിയിൽ പുറത്തേക്ക് അങ്ങോട്ട് വരുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ഞാൻ പോയിട്ട് വരാമെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ചന്ദ്രമതി, എന്നാ ശരി മോനെ, നീ പോയിട്ട് വാ. അതെ, ഇന്റർവ്യൂവിന് പാസ്സായിട്ട് വേണം തിരിച്ചു വരാൻ എന്നൊക്കെ പറയണം. അപ്പോഴേക്കാണ് സച്ചി അങ്ങോട്ടേക്ക്. ആഹാ, രാവിലെ തന്നെ ഇറങ്ങിയോ? പാറയ്ക്ക് പോയി കടല കുറിക്കാൻ പോകുന്നതാണെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ചന്ദ്രമതി പറഞ്ഞു, എന്താടാ പറഞ്ഞേ? അവൻ അതിന്റെ ഇന്റർവ്യൂവിന് പോവാന്ന് പറയണം. ഇന്റർവ്യൂവിന് എന്നും ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞിട്ട് പോയത്? ഇന്റർവ്യൂവിനാന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് വല്ലയിടത്തും വല്ലതും കിട്ടിയോന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അത്രയ്ക്ക് അങ്ങോട്ട് കളിയാക്കൊന്നും വേണ്ടെന്ന് പറയാം. കളിയാക്കിയതല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ. ഇന്റർവ്യൂവിനെന്നും പറഞ്ഞ് രാവിലെ ഈ ഭാഗം തൂക്കി പിടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു ജോലിക്ക് പോകാൻ നമ്മളത് തയ്യാറാവണം, ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ. അല്ലാതെ വലിയ ജോലി കിട്ടിയാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിടത്തും നിനക്ക് ഒരിക്കലും എത്താൻ പറ്റില്ലടാ. ഇനിയിപ്പോൾ ഇന്നൊന്ന് ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം, ഞാൻ കാർ എടുത്ത ഷെഡിന് അങ്ങോട്ടേക്ക് പോരെ. അവിടെ ആ ട്രാവൽ ഏജൻസിയിൽ അവിടെ കുറെ വണ്ടി കിടപ്പുണ്ട്. ഏതായാലും ഒരെണ്ണം എടുത്ത് തരാം നിനക്ക് ഓടിക്കാനായിട്ട്. നിനക്ക് ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ അറിയാന്നല്ലേ. എടാ, മാസം നിനക്കൊരു എമൗണ്ട് കിട്ടിയാൽ പോരെ. ഈ ജോലി ആ ജോലി എല്ലാം കുഴപ്പമില്ലടാ, നല്ല ജോലിയാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സച്ചി എന്താ പറഞ്ഞേ? എന്റെ ഭർത്താവിനെ വണ്ടി ഓടിക്കാൻ വിടാനായിട്ടാ? കൊള്ളാലോ. അതെ, സച്ചിയുടെ പോലെ 10ാം ക്ലാസ് യോഗ്യതയല്ല, 10ാം ക്ലാസ്സും കുസ്തിയൊന്നുമല്ല എന്റെ ഭർത്താവിന് എന്താണെന്നറിയാവോ? നല്ല 3-4 ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് വണ്ടി ഓടിക്കാൻ പോകുന്ന പോലും ഡ്രൈവർ പണിക്ക്. നാണമുണ്ടോ സച്ചിക്ക് ഇത് പറയാനെന്ന് ചോദിക്കാം. ഇത് കേട്ടോണ്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നേ. രേവതി വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ? എന്റെ സച്ചേന്റെ നാണം ഉണ്ടോന്നോ? അതെ, ഇത് പറയാനായിട്ട് ശ്രുതിക്ക് നാണമുണ്ടോ? ശ്രുതി എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? ഡ്രൈവർ പണി അത്ര മോശം പണിയാന്നാ? എന്റെ സച്ചേണ്ട അന്തസ്സായിട്ടെ പണിയെടുത്ത് തന്നെ കുടുംബം പോറ്റുന്നേ. അതിപ്പോ ഏത് പണിയാണെങ്കിലും ഓരോ പണിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഡ്രൈവർ പണിയാണെങ്കിലും കൂലിപ്പണിയാണെങ്കിലും ഇത് വലിയ കളക്ടർ ആണെങ്കിൽ പോലും ഓരോ ജോലിക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. എല്ലാവരും വലിയ ഡോക്ടർമാരും കളക്ടർമാരും ആയിട്ടുണ്ടെങ്കിൽ ഈ കൃഷിപ്പണി ചെയ്യാനും ഇതിനൊക്കെ ആരെങ്കിലും കാണുമോ? ഇപ്പൊ ഈ കഴിക്കുന്ന ചോറൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുക. ശ്രുതിയുടെ വായിക്കകത്ത് നാവില്ല. പിന്നീട് പറഞ്ഞു, ശ്രുതി ഒരു കാര്യം വിചാരിക്കണം. ശ്രുതിയുടെ ഭർത്താവിന് ഇച്ചിരി ഡിഗ്രി ഉണ്ട് എന്ന് വിചാരിച്ചോണ്ട് വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യാവുള്ളൂ വിചാരിക്കരുത്. ഏത് ജോലി കിട്ടിയാലും ചെയ്യാനായിട്ട് സന്നദ്ധനാണോ? അങ്ങനെയുള്ളവർക്ക് ഇന്നത്തെ പിടിച്ചിപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ എന്റെ ഭർത്താവിന്റെ ജോലിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ശ്രുതി എന്താ ചെയ്തോണ്ടിരുന്നേ? ജോലി ഉണ്ടെന്നും പറഞ്ഞോണ്ട് പാറയ്ക്ക് പോയി ഇരിക്കുമല്ലേ ചെയ്തേ. അങ്ങനെയൊന്നും എന്റെ ഭർത്താവ് ചെയ്തിട്ടില്ല. 2 ദിവസം ജോലി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കാർ വാഷ് ചെയ്യാൻ വരെ പോയി. അവിടെയാണ് നമ്മൾ ഒരാളുടെ മഹത്വം മനസ്സിലാക്കണ്ടേ. അല്ലാതെ വലിയ കൊമ്പത്തെ ജോലി കിട്ടിയാളെ പോകണമെന്നും പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവനൊന്നും ഗതി പിടിച്ച ചരിത്രമില്ലെന്ന് പറയാം. ശ്രുതി ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, നീ എന്തൊക്കെയാടി പറയണേ? ഓഹോ, ഇത്രയ്ക്കൊക്കെ പറയാൻ നീ എതിർത്ത് പറയാറായെന്ന് ചോദിക്കുക. സച്ചി വെച്ചു, അവള് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? ശരിയായിട്ടുള്ള കാര്യമല്ലേ അവള് പറഞ്ഞേ. ഇവന്റെ കഴിവ് മൂലം ഇവന്റെ ജോലി പോലും നല്ലത് കിട്ടാത്തെ. അല്ലെങ്കിൽ ഇവൻ പണ്ടേ ജോലിയൊക്കെ കിട്ടണ്ട. പിന്നെ ഈ ഡ്രൈവർ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടുള്ള പണി തന്നെയാ. ഈ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും ഒക്കെ ഇരുന്ന് അങ്ങോട്ട് തറയ്ക്കാന്ന് പറഞ്ഞാലേ നിസ്സാര കാര്യമൊന്നുമല്ല. ചിലപ്പോഴൊക്കെ പോകുന്ന വഴിക്ക് നമ്മൾ വേർത്തുരുകിയിരിക്കും, അറിയാലോ. അതുപോലെയൊക്കെ എത്ര സാഹചര്യങ്ങളുണ്ടെന്നറിയോ. നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെ ഇവിടെ ജീവിക്കണേന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, സച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ ഭർത്താവിനെ ഞങ്ങൾ ഡ്രൈവർ പണിക്കൊന്നും വിടുന്നല്ല. എന്റെ ഭർത്താവോട് വെറുതെ വീട്ടിരുന്നോളെ, എന്നാലും ആ പണിക്കാൻ വിടുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, കൊള്ളാം, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുന്ന് പോകത്തോളെന്ന് പറയാണ്. ആ സമയത്താണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. എന്താ ഇവിടെ ഒച്ചപ്പാടും ബഹളമെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു, അത് പിന്നെ അച്ഛാ ഇന്റർവ്യൂവിന് പോവായിരുന്നു. അപ്പൊ ഇന്റർവ്യൂവിന് പോയി ശ്രുതി ഇന്റർവ്യൂവിന് പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ജോലി കിട്ടിയില്ലെങ്കിൽ സച്ചയുടെ സച്ചേന്റെ കാർ ഷോപ്പിലേക്ക് പോരെ, കാർ ഷോറൂമിലേക്ക് അവിടെ
അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയുടെ ഒരു വണ്ടി എടുത്ത് ഓടിക്കാന്ന് പറഞ്ഞു. അത് പക്ഷേങ്കിൽ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി പറയുന്നേ ഇത്രയും വലിയ പഠിച്ചിട്ട് ആ ജോലിക്കൊന്നും പോകാൻ കൊള്ളില്ലെന്ന്. രവീന്ദ്രൻ പറഞ്ഞു, ജോലി ആയാലും എന്താ, ഏതായാലും എന്താടാ കുഴപ്പം? പണം കിട്ടിയ പോലെ നല്ലൊരു ജോലി, കക്കാനും പിടിച്ചു പറിക്കാനോ എന്നല്ല പോകുന്നേ, അന്തസ്സായിട്ടൊരു പണിക്കല്ലേ പോണേ, പിന്നെ നീ എന്തിനാ നാണിക്കണേന്ന് ചോദിക്കുക. സച്ചി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാന്ന് പറയാണ്. അച്ഛന്റെ മകനൊന്നും അറിയത്തില്ല എന്ന് പറയാണ്. പിന്നീട് രേവതിയോട് പറഞ്ഞു, മോള് പറഞ്ഞു 100% ശരിയാ. ശ്രുതിയോട് പറഞ്ഞു, കേട്ടോ, രേവതി പറഞ്ഞ കാര്യം അത് രേവതിനെ കണ്ടുപഠിക്കണം. അല്ല ശ്രുതി, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നല്ല നല്ല വലിയ ജോബ് മാത്രമേ അവന് പോകുള്ളൂ, അല്ലെങ്കിൽ അതിൽ മാത്രമേ പോകുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഗതി പിടിക്കാനും പോകുന്നില്ല. അങ്ങനെ ഗതി പിടിച്ച ചരിത്രവും ഇല്ല ആൾക്കാർക്ക്. കാരണം കിട്ടുന്ന ഒരു നല്ല ജോലിയാണെങ്കിൽ അതിന് പോകാൻ ശ്രമിക്കണം, പിന്നെ അവിടെ നിന്നുകൊണ്ട് വേണം. അല്ലാതെ ജോലിയും കൂലിയില്ലെന്ന് പറഞ്ഞ് പെരക്കകത്ത് കയറി നിന്നിട്ട് കാര്യമില്ലെന്ന് പറയാ. അവസാനം പറഞ്ഞ ചന്ദ്രമതി പറഞ്ഞു, ദേ സമയം പോകുന്നുണ്ട്, നീ പോകുന്നുണ്ടോ ശ്രുതി നിൽക്കാം. ശരി, അന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണേ. രവീന്ദ്രൻ പറഞ്ഞു, പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു വിടുവാണ്. അങ്ങനെ ശ്രുതി അങ്ങോട്ടേക്ക് പോവാ. ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമായിരുന്നു. ഈ സമയം രേവതി സച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, വാ സച്ചിയേട്ടാ, സച്ചിയുടെ ഫുഡ് എടുത്തു തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ. അങ്ങനെ സച്ചി ഫുഡ് കഴിച്ചിട്ട് സച്ചിയും പോവാണ്. അങ്ങനെ രേവതി എന്ത് ചെയ്യണം, രാവിലെ വീട്ടു പണിയൊക്കെ ചെയ്തിട്ട് മാല കെട്ടി കൊടുക്കണമല്ലോ. അപ്പൊ കടയിലേക്ക് പോകാനായിട്ട് അങ്ങ് ഇറങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു, എന്തൊരു അഹങ്കാരം ഉണ്ടായിട്ടടി. നിന്റെ ഭർത്താവ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നീ നിന്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് നിന്നേ. നിനക്ക് നാണമുണ്ടോ നിന്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട്? നീ ഇവിടെ എന്താ ചെയ്യേണ്ടിയിരുന്നേന്ന് ചോദിക്കണം. അതിനിപ്പോ എന്താ കുഴപ്പമേ? സച്ചേട്ടൻ പറഞ്ഞു, ഒരു തെറ്റായിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ജോലി ഇല്ലെങ്കിൽ അടുത്ത ജോലിക്ക് പോവുക ചെയ്യണ്ടേ, അതിലിപ്പോ സച്ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേന്ന് ചോദിക്കുക. ഇത് കേട്ടോണ്ടാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. ശ്രുതി പറഞ്ഞു, എന്റെ ഭർത്താവിനെ ഒന്നും കിട്ടത്തില്ലെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, ഇവൾക്ക് ഭയങ്കര അഹങ്കാരം, എന്താണെന്നറിയാവോ, ഒരു പൂക്കട തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവളുടെ പറച്ചിലും നിപ്പും മട്ടുക കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് വലിയ ഇന്റർനാഷണൽ കട തുടങ്ങിയതുപോലെ ഇവള് സംസാരം പ്രവർത്തിക്കുക. എടി, നീ ഒരു ദിവസം മൊത്തം പോയി പണിയെടുത്താലും 1000 രൂപയെങ്കിലും നിനക്ക് കിട്ടുമോ? ഇല്ലല്ലോ. എന്നിട്ട് അവള് വലിയ വർത്താനം പറയണേ. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അമ്മയ്ക്ക് 1000 രൂപ നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്ക് ആ 1000 രൂപ എന്ന് പറഞ്ഞാൽ വളരെ വലുതാമേ. എനിക്ക് 1000 രൂപ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ വിലയുണ്ട്. കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന 1 രൂപയാണെങ്കിൽ പോലും അതിനെനിക്ക് വിലയുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, അല്ലേലും എനിക്കറിയാടി നിനക്ക് ഇത്ര നാക്ക് കൂടുതലാന്ന്. അതെ, നിന്റെ ഈ നാക്കൊക്കെ നിന്റെ ഭർത്താവിന്റെ അടുത്ത് എടുത്താൽ മതി, എന്റെ അടുത്തേക്ക് വേണ്ടെന്ന് പറയണം. നീ നല്ലവളാണെങ്കിൽ നിന്റെ ഭർത്താവിനെ നീ പറഞ്ഞ് നേരെയാക്കിയാണെന്ന് പറയണം. ഇത് കേട്ടതിന് രേവതി ചോദിച്ചു, അല്ലമ്മേ, ഞാൻ ഇന്നലെ വന്നല്ലേ ഉള്ളൂ, ഇത്രയും വർഷമായിട്ട് അമ്മയ്ക്ക് അമ്മയുടെ മോനെ പറഞ്ഞ് നേരെയാക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയാണോ ഇന്നലെ വന്ന് എനിക്കെന്ന് ചോദിക്കുക. ചന്ദ്രമതിയുടെ മുഖത്ത് ആഞ്ഞടിച്ച പോലെ ഇരുന്നു. ചന്ദ്രമതിക്ക് ഒരു 10 അടി കിട്ടിയാലും ചന്ദ്രമതിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതുപോലത്തെ വാക്കുകളൊക്കെയാണ് രേവതി പറയണേ. ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, കണ്ടില്ലേ അമ്മ അവളുടെ അഹങ്കാരം കണ്ടില്ലെന്ന് ചോദിക്കുക. നീ കൂടുതൽ അങ്ങനെ അഹങ്കരിക്കണ്ടെന്ന് പറയണേ. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അമ്മേ, അഹങ്കരിക്കേണ്ട കാര്യത്തിൽ നമ്മൾ അഹങ്കരിക്കണം. ഞാൻ തെറ്റും ദോഷമൊന്നും പറഞ്ഞിട്ടില്ലോ, എനിക്ക് എന്റേതായ ഇതുണ്ട്. സച്ചേണ്ട എനിക്ക് വേണ്ടിയിട്ടാ ഈ കടയിട്ട് തന്നിരിക്കുന്നത്. ആ കടയിൽ നിന്ന് ജോലി ചെയ്യേണ്ട ഞാനാണ്. പിന്നെ അത്യാവശ്യം വീട്ടുപണികളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്കേക്ക് എന്നെ ഭരിക്കാനായിട്ട് അമ്മയ്ക്ക് വരേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ആരുടെയും ചെലവിലൊന്നുമില്ല കഴിയുന്നത്. എന്റെ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടിരുന്ന പൈസ ഉണ്ട്, അതുകൊണ്ടാ കഴിയണെന്ന് പറയും. പിന്നെ അവളുടെ ഒരു അഹങ്കാരം അല്ലമ്മേ, ഉള്ള കാര്യം പറഞ്ഞ എനിക്ക് വേറെ ജോലിയുണ്ട്, നിങ്ങളോട് ഇങ്ങനെ തർക്കിച്ചിരിക്കാൻ സമയമില്ലാന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് വെട്ടിത്തിരിച്ചങ്ങോട്ട് പോവാണ്. ചന്ദ്രമതി ഇങ്ങനെ കട്ടക്കരിപ്പോടെ നോക്കുവാണ്. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, മോളൊന്നും കാര്യമാക്കണ്ട കേട്ടോ എന്ന് പറയാണ്. ഈ സമയം ആകെപ്പാടെ ജോലിക്ക് വേണ്ടി അലിഞ്ഞു തിരിയുവാണ് ശ്രുതി. 2-3 ഇന്റർവ്യൂവിന് പോയി, ഒരിടത്തും ജോലി കിട്ടില്ല. ഒന്നാമത്തെ കാര്യം അവന്റെ അഹങ്കാരം, ആളുടെ മുന്നിലും താണ് കൊടുക്കില്ല എന്നുള്ളൊരിത്, താനാണ് വലിയ സെറ്റപ്പ്, താൻ വലിയ ആളാണെന്നുള്ള രീതിയിൽ അവിടെ ചെന്നിട്ടാണെങ്കിലും അവരുടെ അടുത്ത് അതുപോലത്തെ രീതിയിലുള്ള പെരുമാറ്റം. പിന്നെ ആരെങ്കിലും ജോലി കൊടുക്കാൻ പോകുന്നുണ്ടോ? അങ്ങനെ അവസാനം ജോലി ഇല്ലാത്ത തെണ്ടി തിരിവാണ് ശ്രുതി അതിലൂടെ നടന്ന്. അങ്ങനെ പിന്നീട് ചെന്ന് കയറുന്ന ഇതിനു മുമ്പ് പോയ സ്ഥലത്തായിരുന്നു. അപ്പോഴൊരു മാട വന്ന് പറഞ്ഞ് മാടത്തിനെ വിളിച്ച് അവിടുന്ന് ജോലിയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച ശ്രുതിയാണ്. ഗത്യന്തരമില്ലാതെ വന്നപ്പോഴത്തേനും വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ ചെന്ന് കയറേണ്ടതായിട്ട് വരുവാണ്. അങ്ങനെ ശ്രുതി ഇന്റർവ്യൂവിനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും മാടം ചോദിച്ചു, ആഹാ ശ്രുതിയോ, എന്ത് പറയണു? ശ്രുതിക്ക് സുഖമൊക്കെ ആണെന്ന് ചോദിക്കണം. സുഖം മടന്ന് പറയും, എന്ത് പറ്റി ഈ വഴിക്ക്? അല്ല, ഒരു ജോബ് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. ഓ, ശ്രുതിക്ക് എന്താണല്ലോ ഇവിടെ ജോലി ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ടതും ഇടിവെട്ടേറ്റവന്റെ തല പാമ്പ് കടിച്ച അവസ്ഥയില് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. മാഡം അങ്ങനെ പറയരുത്, എന്തൊക്കെ പറഞ്ഞാലും ശരിയെന്ന് പറയാണ്. കാരണം ശ്രുതിയുടെ സ്വഭാവം മാഡത്തിന് നന്നായിട്ടറിയാം. ഇവന് ഇച്ചിരി അഹങ്കാരിയാണ്, ആര് പറഞ്ഞാലും വകുക്കില്ല എന്നൊക്കെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിനക്കിവിടെ ജോലി ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ. അപ്പൊ പ്രൊമോ വിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം വിടുന്നില്ല കേട്ടോ. കാരണം ഒറിജിനൽ വിശേഷം തന്നെയാ പറയണേ. ഈ വിശേഷം തന്നെ നാളെ കാണാനായിട്ടും പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.